ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ രാവിലെ 11:05 കാലം ചെയ്തു. ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി ആ മനുഷ്യസ്നേഹി 89-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. നമ്മളെല്ലാവരും അറിഞ്ഞു. ആ വാർത്തകളിൽ എല്ലാവരും ദുഃഖിതരാണ്. മനുഷ്യനെ ഒരേ രീതിയിൽ ഓരോ വിധത്തിൽ കാണുന്ന, എല്ലാവർക്കും പ്രത്യാശ കൊടുത്തുകൊണ്ടിരുന്ന, ലോകത്തിലെ മുഴുവൻ ആത്മീയ ആചാരന്മാരും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലാളിത്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1936 അദ്ദേഹം അർജന്റീനയിൽ ജനിച്ചു. 166-ാമത്തെ മാർപ്പാപ്പയായിട്ടാണ് അദ്ദേഹം 2013 ചുമതലയേൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാർപ്പാപ്പമാരുണ്ടായിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലാണ്. ക്രിസ്ത്യൻ നേഷൻസ് തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ വിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ അധികം സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെയായിരുന്നു. ഇറ്റലിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത്. അവിടുത്തെ ഫാസിസ്റ്റ് ഭരണക്രമത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മാതാപിതാക്കൾ അവിടുന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ പോയി. കുട്ടിക്കാലത്ത് കൂലിപ്പണിയാണ് ഈ പോപ്പ് ചെയ്തത്. തൂപ്പുകാരനായിരുന്നു. പിന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നോക്കി. അങ്ങനെ ദാരിദ്ര്യത്തിൽ വളർന്ന എല്ലാ മനുഷ്യസ്നേഹികളെയും, ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും എല്ലാവരെയും ഒരുപോലെ കാണാൻ കണ്ണുള്ള ഒരു പോപ്പാണ്. ആ ആത്മീയ ആചാര്യനെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്നു, പോയി സന്ദർശിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ കേരളത്തിൽ നിന്ന് ആത്മീയമായ അവരുടെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ പോയിരുന്ന് പങ്കുവച്ചത് നമ്മൾ കണ്ടു. അദ്ദേഹം ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് തന്നെയാണ് പോപ്പിൻ്റെ ആശയങ്ങൾ. അദ്ദേഹം ഇതിൻ്റെ ലോകത്തിലെ ഏകദേശം 100-ൽ പരം രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും അദ്ദേഹം കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ ചേർത്ത് നിർത്തി ജാതി മത ചിന്തകളില്ലാത്ത ഒരു മനുഷ്യത്വത്തിൻ്റെ ഉടമയായിരുന്നു. എല്ലാ മനുഷ്യരെയും, കറുത്തവരെയും വെളുത്തവരെയും ഇരുനിറമുള്ളവരെയും എല്ലാം ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്? ലോകത്തിലെ എല്ലാ പോപ്പുമാരും അവരുടെ മുൻകാല നേരത്തെയുള്ള അവരുടെ പേരുകളൊക്കെ പോപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും പുണ്യവാളൻ്റെ, സെയിൻറ്റിൻ്റെ പേര് സ്വീകരിക്കണം. അങ്ങനെ ഇന്ന് വരെ ഒരു പോപ്പും സ്വീകരിക്കാത്ത ഫ്രാൻസിസ് സേവ്യർ എന്ന പുണ്യവാളൻ്റെ പേരാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. കാരണം 46-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഫ്രാൻസിസ് സേവ്യർ, അദ്ദേഹം 1506 സ്പെയിനിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ 46 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. അദ്ദേഹം ജീവിതം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളിലും ക്രിസ്തുമതം പ്രചരിപ്പിക്കാനും അദ്ദേഹം പോയി. അദ്ദേഹത്തിനെ സ്പെയിനിൽ നിന്ന് നിയോഗിച്ചത് 1506. അന്ന് സ്പെയിനിലെ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ അവരുടെ പ്രവർത്തനത്തിൻ്റെ അവരുടെ ആസ്ഥാനം അന്ന് ഗോവയായിരുന്നു. ഇന്ത്യയിലെ ഗോവയിൽ 1506. ആ ഗോവ ആസ്ഥാനമാക്കിയാണ് ഫ്രാൻസിസ് സേവ്യർ പ്രവർത്തിച്ചത്. കാരണം ഇന്ത്യയിലും അതുപോലെ ചൈനയുടെ ചില ഭാഗങ്ങളിലും ജപ്പാനിലും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. അതേസമയത്ത് അവിടെ ദുഃഖം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന പാവങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്ന ഒരു പുരോഹിതനായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹം 46-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ചൈനയുടെ അടുത്തുള്ള ഒരു ചെറിയ ഐലൻഡിൽ തൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ കൊണ്ടുവന്നു ഗോവയിൽ ഫ്രാൻസിസ് സേവ്യറിനെ അടക്കിയിരിക്കുന്നത് ഗോവയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ തന്നെ ഇരിക്കുന്നു. വലിയ പുണ്യവാളനാണ് എന്നാണ് അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച, അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് നേടിയെടുത്തവർ പറയുന്നത്. ഇന്നും ആ ഭൗതിക ശരീരം ഗോവയിലുണ്ട്. ഫ്രാൻസിസ് സേവ്യറെ എല്ലാ വർഷവും ആ കല്ലറ തുറക്കും, അല്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ അവിടെ വരുന്നു. ആ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയം തന്നെയാണ് പോപ്പ് സ്വീകരിച്ചത്. പോപ്പ് 1936 അർജന്റീനയിൽ ജനിച്ച്
1958 അദ്ദേഹം ഒരു ജെസ്യൂട്ട് ഫാദറായി. 1992 അദ്ദേഹം ഒരു സഹായമെത്രാനായി. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മരിയോ വെർഗോളിയ എന്നായിരുന്നു. ആ വെർഗോളിയ എന്ന ആ പിതാവ് കർഡിനലായി അല്ലെങ്കിൽ പോപ്പായപ്പം ഫ്രാൻസിസ് സേവിയർ എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ലോകത്തിലെ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന നാമധേയം സ്വീകരിക്കുന്നത്. ലോകത്തിലെ 1.4 മില്യൺ 140 കോടി ക്രിസ്ത്യാനികളുടെ ആത്മീയ പുരുഷനാണ് പോപ്പ്. ഏതായാലും പോപ്പിൻ്റെ ആ മരണം ലോകത്തിലെ എല്ലാ രാഷ്ട്ര നേതാക്കന്മാർക്കും, ലോകത്തിലെ എല്ലാ ആത്മീയ ഗുരുക്കന്മാർക്കും വലിയ ഷോക്കായിരുന്നു. അദ്ദേഹം കുറേ നാളുകൂടെ ജീവിക്കണമായിരുന്നു. അദ്ദേഹം അവിടുത്തെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ഒപ്പം നിന്നു. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കാണിക്കും. മനുഷ്യസ്നേഹിയായ പാവങ്ങളുടെ പിതാവാണ് അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പിതാവാണ്. പട്ടിണി കിടക്കുന്നവരുടെ പിതാവാണ്. ആ ആള് ലോകത്തിലെ എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുന്നു. എല്ലാ നിറക്കാരെയും ഒരുപോലെ കാണുന്നു. ലോകത്തിലെ അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ പല വ്യക്തികളെയും കണ്ടത് മുസ്ലിം പള്ളികളിൽ അല്ലെ മുസ്ലിം പുരോഹിതന്മാരെ അദ്ദേഹം കാണുന്നു. മനുഷ്യനെല്ലാം ഒന്നാണ്. മതം എല്ലാവർക്കും വേണ്ടി, പല മതങ്ങളും ഉണ്ടെങ്കിലും അത് ദൈവത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഒരു മതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം ക്യൂബയിലെത്തി ഫിഡൽ കാസ്ട്രോയെ കണ്ടു. നമുക്കറിയാം ഫിഡൽ കാസ്ട്രോയുടെ അമേരിക്കയോടുള്ള എതിർപ്പ്. അതിനുശേഷം അമേരിക്കയുമായിട്ടൊരു യോജിപ്പിലെത്താനുള്ള ശ്രമം പിതാവ് നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അതിനുള്ള ശ്രമം നടത്തി. അവിടെ പോയി വയോധികനായ ഫിഡൽ കാസ്ട്രോയെ കണ്ടു, നേരിട്ട് കണ്ടു, സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യൂബൻ രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യമായി മാറി. പാവങ്ങളുടെ വേണ്ടി ജീവിച്ചു മരിച്ച ഫ്രാൻസിസ് സേവിയറിൻ്റെ അതേ ചിന്തയും അതേ ചുമതലയും അതേ നീക്കവും അതേ മനസ്സുമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ആ ക്യൂബൻ പ്രസിഡന്റിനെ മാത്രം കണ്ടതല്ല, അതിനുശേഷം ഇദ്ദേഹം ചിലിയിലെ, നമുക്കറിയാം അവിടുത്തെ പഴയ ചെഗുവേരെ കണ്ടു. അർജന്റീനക്കാരൻ തന്നെയാണ് ചെഗുവേര എന്ന വിപ്ലവകാരിയെ ലോകത്തിൻ്റെ ആത്മീയ ഗുരു കണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ രണ്ട് വ്യക്തികളെ, ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയും അർജന്റീനയിലെക്കാരൻ തന്നെയായ ചെഗുവേരയും കണ്ടു. ലോകത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിന് വലിയ സംഭാവന നൽകിയ ചെഗുവേരെ ഇന്നും കേരളത്തിലുള്ള CPM വരെ അവർ ആരാധിക്കുന്നുണ്ട്. അപ്പം വ്യത്യസ്തമായ രാഷ്ട്രീയവും വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവരെല്ലാം മനുഷ്യരായി കണ്ട ഒരു വ്യക്തിയാണ് പോപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഉള്ള ജനങ്ങളിൽ ദുഃഖമാഴ്ത്തിയത്. ഏതായാലും സ്പെയിനിലെ ലിസ്ബൺ വിട്ട് ആഫ്രിക്കയിലെ മൊസാംബിക്കിലും പിന്നീട് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഗോവ ഉൾപ്പെടെ വന്ന ആ ഫ്രാൻസിസ് സേവിയറിൻ്റെ അതേ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് ഇന്ന് പോപ്പിനെ കാണുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ലോകത്തിലെ എല്ലാ രാഷ്ട്രപിതാക്കന്മാർക്കും എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും ജാതി മത ഭേദമന്യേ നിറം ഭേദമന്യേ എല്ലാവരും ദുഃഖിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവർ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. 2 ആഴ്ചക്കകം അടുത്ത പോപ്പ് ആരാണെന്ന് അവിടുത്തെ കർദിനാളന്മാർ നിശ്ചയിക്കും. 80 വയസ്സിനകം പ്രായമുള്ള കർദിനാളന്മാരാണ് അത് നിശ്ചയിക്കുന്നത്. വോട്ടിംഗ് റൈറ്റുള്ള ഇന്ത്യയിൽ 2 പേരുണ്ട്, ക്ലീമസ് തിരുമേനിയും അതുപോലെ ജോർജ് കൂവക്കാട്ടിലും. ഈ 2 പേർക്ക് മാത്രമേ ഇന്ത്യയിലെ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. അവർ 2 പേർക്കും ഒരു പോപ്പാകുന്നതിനുള്ള യോഗ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ലോകത്തിലെ അടുത്ത പോപ്പ് ആരായിരിക്കും എന്നെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഫിലിപ്പൈൻസിനുള്ള ഒരു കാർഡിനൽ വരാനുള്ള സാധ്യത, കാരണം ഒരു ഏഷ്യക്കാരൻ വരാനുള്ള സാധ്യതയ്ക്ക് ഫിലിപ്പൈൻസുള്ള ആളായിരിക്കും കൂടുതൽ സാധ്യത. ഇല്ലെന്നെങ്കിൽ ഇറ്റലി തന്നെ ഉള്ള ഒരാളുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും വ്യത്യസ്തമായ 3-4 പേരുടെ പേരും ഖാനയിലുള്ള കറുത്തവർഗക്കാരനായ ഒരു പോപ്പ് വരാനുള്ള സാധ്യതയും ഇപ്പം പറഞ്ഞു കേൾക്കുന്നു. അവിടെയെങ്ങും ക്യാൻവാസ് ചെയ്യാൻ പാടില്ല, വോട്ട് പിടിക്കാൻ പാടില്ല. കൃത്യമായി എല്ലാവരുടെ മനസ്സിലും
കാർഡിനൽമാരാണ് എല്ലാവരും, കർദിനാളന്മാരാണ്, എല്ലാവർക്കും എല്ലാവരെ പറ്റിയും അറിയാം. അതുകൊണ്ട് അത്രയും പേർക്ക് ആരാണ് അടുത്ത പോപ്പെന്ന് അവരുടെ മനസ്സിലുണ്ടാവും. ആ വോട്ട് അവർ ചെയ്യും. അത് ആരെ വ്യക്തിക്ക് വേണം ചെയ്യാം. ഏതായാലും വോട്ടിന് ഭൂരിപക്ഷം കിട്ടുന്നതനുസരിച്ച് വോട്ട് ഒരിക്കൽ ഫെയിലിയറായ വീണ്ടും വോട്ടിടും. അപ്പം കുറേ പേര് അതിനകത്ത് എലിമിനേറ്റ് ചെയ്യും. ആരാണ് യഥാർത്ഥ പോപ്പാകാൻ യോഗ്യതയുള്ളത് എന്ന് ഈ കാർഡിനൽമാർക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ ക്ലീമസ് തിരുമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം അന്ന് ഇദ്ദേഹത്തിനെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വോട്ടുണ്ട്. അദ്ദേഹം താമസിച്ച മുറിയുടെ 2 മുറിയുടെ ഇപ്പുറത്താണ് ക്ലീമസ് തിരുമേനി കാതോലിക്ക ബാവ താമസിച്ച് അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഇപ്പം എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് പിടിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അവരുടെ മനസ്സിൽ ഇരിക്കുന്ന വ്യക്തിയുടെ പേര് എഴുതിയിടുക എന്നുള്ളതാണ്. അതിനകത്ത് സക്സസ്ഫുള്ളായ ഭൂരിപക്ഷം കിട്ടുന്ന ആള് പോപ്പാവും. അത് ഫെയിലിയറായ കറുത്ത പുക വരും. പോപ്പായി കഴിഞ്ഞാൽ പോപ്പായി എന്നുള്ള വെളുത്ത പുകയും വരുന്നത് നോക്കി ജനങ്ങൾ വീക്ഷിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്.